ബീഹാറിലെ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ വെച്ച് മുന്നണികൾ 20 വർഷത്തിനിടെ ഉയർന്ന പോളിംഗ് ആണ് 2 ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയത്. അതേസമയം എൻഡിഎക്ക് ഭരണ തുടർച്ച പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുകയാണ് മഹാസഖ്യം. 2005 ശേഷമുള്ള ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനം ഇരുമുന്നണികൾക്കും ആത്മവിശ്വാസം പകരുന്നുണ്ട്. 6-ാം തീയതി നടന്ന ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. 65.08% ആകെ പോൾ ചെയ്ത വോട്ടുകൾ. ഇന്നലെ നടന്ന അവസാന ഘട്ടത്തിൽ 69% എന്ന റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 20 വർഷമായി തുടരുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടെന്ന പ്രതീക്ഷയാണ് മഹാസഖ്യം പുലർത്തുന്നത്. അതേസമയം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയ പദ്ധതി അടക്കമുള്ളവ വോട്ടർമാർ നെഞ്ചിലേറ്റിയെന്നാണ് എൻഡിഎയുടെ കണക്കുകൂട്ടൽ. ഇന്നലെ പുറത്തുവന്ന 9 എക്സിറ്റ് പോളുകളിൽ 7 എണ്ണവും എൻഡിഎക്കാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസിന്റെ സർവേ പ്രകാരം 131 മുതൽ 159 സീറ്റുകൾ വരെ എൻഡിഎ നേടുമ്പോൾ മഹാസഖ്യം 75 മുതൽ 101 സീറ്റുകൾ വരെ പിടിക്കുമെന്നാണ് പ്രവചനം. മാട്രിക്സ് സർവേ പ്രകാരം എൻഡിഎ 147 മുതൽ 167 സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം 70 മുതൽ 90 വരെ സീറ്റുകളും മറ്റുള്ളവർ 2 മുതൽ 6 വരെ സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നു. അതേസമയം മൈപോൾ സർവേ മഹാസഖ്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. മഹാസഖ്യം 132 മുതൽ 142 വരെയും എൻഡിഎ 95 മുതൽ 145 സീറ്റുകളിലും ഒതുങ്ങുമെന്നാണ് പ്രവചനം. ജനോമിറർ 130 മുതൽ 140 സീറ്റുകൾ വരെയാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത്. എൻഡിഎ പരമാവധി 110 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രഖ്യാപനം. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. മീഡിയ 1 ഡൽഹി.